തുടങ്ങാം. Pleasant students, good morning. 10th ക്ലാസ് പോലല്ല, നമുക്ക് 16ഓളം ചാപ്റ്ററുകളും 5ഓ 6ഓ സപ്ലിമെന്ററി ചാപ്റ്റർ പഠിച്ചു വെക്കാൻ. കുറച്ച് വലിയ സിലബസ് ആണ്. ആ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഫസ്റ്റ് ചാപ്റ്റർ എന്താണ് സെറ്റ്? വാട്ട് ഡു യു മീൻ ബൈ എ സെറ്റ്? എന്താണ് സെറ്റ്? ഡിഡ് യു ever heard about that word? Set means a group എന്നൊക്കെ പറയാം. ഗ്രൂപ്പ്, കൂട്ടം എന്നൊക്കെ പറയാം. കൂട്ടം എന്നൊക്കെയാണ് പറയാം. കൂട്ടം, ശ്രേണി എന്നൊക്കെ പറയും. സീക്വൻസ് അങ്ങനെയൊക്കെ പറയും സെറ്റുകൾ. പക്ഷെ നമ്മൾ ഈ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇവിടെ നമ്മൾ സെറ്റ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമായി അറിയാം. ഫോർ എക്സാമ്പിൾ, set of natural numbers from 1 to 5, 1 തൊട്ട് 5 വരെയുള്ള എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4 and 5. 1, 2, 3, 4 and 5. There are 5 elements in this set. അപ്പോൾ ഈ 1, 2, 3, 4, 5 നമുക്ക് ഫെമിലിയർ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 1 തൊട്ട് 5 വരെയുള്ള നാച്ചുറൽ നമ്പറിൽ ഇത്ര പേര് മാത്രമേ വരുവുള്ളൂ എന്നറിയാം. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ്. അതായത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ പറയും a set is defined as ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? അതായത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന വ്യക്തമായി ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടത്തെ, ഒരു ഗ്രൂപ്പിന് നമ്മൾ എന്തെന്ന് പറയും? സെറ്റ് എന്ന് പറയും. അതായത് the objects which are defined and the elements are distinct, സ്ഥിരമായുള്ളതും ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നതുമായ എലമെന്റ്സിന്റെ ഗ്രൂപ്പിന്, അംഗങ്ങളുടെ ഗ്രൂപ്പിന് നമ്മൾ എന്തെന്ന് പറയും? സെറ്റ് എന്ന് പറയും. Then set of planets in the solar system. Solar system കേട്ടിട്ടില്ലേ? സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സ് 8 പ്ലാനറ്റ്സ്. അല്ലാതെ അതിൽ പുതുതായിട്ടൊന്നും വരികയോ ഒരെണ്ണം ഇല്ലാതാവുകയോ ഒന്നുമില്ല. സോ ദാറ്റ് ഡാറ്റ ഈസ് ഡിഫൈൻഡ്. ആ ഡാറ്റ ഡിഫൈൻഡ് ആണ്, നമുക്കറിയാം. അതിൽ ആരൊക്കെ വരും എന്നുള്ള കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. സോ ദിസ് ഗ്രൂപ്പ് ഈസ് ഓൾസോ എ സെറ്റ്. ഇത് ഒരു സെറ്റ്. ബട്ട് നമുക്ക് പറയാം ദ മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ സെറ്റ്. അങ്ങനെയുള്ള ഒരു സെറ്റിൽ നമുക്ക് കൃത്യമായി ഇത്ര പേര് വരുമെന്നോ ആരൊക്കെ വരുമെന്നോ പറയാൻ പറ്റുമോ? ഇല്ല. മോസ്റ്റ് ടാലന്റഡ് മീൻസ് there are a lot of writers in India. ഇന്ത്യയിൽ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, ധാരാളം റൈറ്റേഴ്സ് ഉണ്ട്. അതിൽ മോസ്റ്റ് ടാലന്റഡ് എന്ന് പറയുന്ന റൈറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സെറ്റായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ് കാര്യം, വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇറ്റ്സ് നോട്ട് എ സെറ്റ് കാരണം വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് അതല്ല സെറ്റ്. ഇനി ഒരു സെറ്റിനെ സെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രാക്കറ്റ് ഉണ്ട്. നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ അത് ഉപയോഗിച്ചിട്ടില്ല. 10th വരെ ആ ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്രാക്കറ്റ്, ഇതാണ് ആ ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിന് 3 പേരുകൾ.
The bracket is expressed as in three names. മൂന്ന് പേരുകളിൽ ഇത് അറിയപ്പെടും. ഒന്ന് flower bracket. What? Flower bracket. 2 parenthesis. And 3 brace. In this chapter we commonly use brace to denote this bracket. അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ ബ്രേസ് എന്നുള്ള പേരാണ് കോമൺ ആയിട്ട് ഈ ബ്രാക്കറ്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ഒരു സെറ്റ് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് എങ്ങനെ എഴുതിയിരിക്കും, ഒരു സെറ്റ് എങ്ങനെ എഴുതിയിരിക്കും എന്നോ. ഹൗ ക്യാൻ വി എക്സ്പ്രസ് എ സെറ്റ്? നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്, അതായത് വി ക്യാൻ യൂസ് the capital letters of the English alphabet to denote a set. അതായത് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് ഒരു സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ a is equal to ഇങ്ങനെ എഴുതുന്നു, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 5, 1 തൊട്ട് 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്. That is a is equal to set 1 2 3 4 5. നമുക്ക് ഇങ്ങനെ എഴുതാം. a എന്ന് ക്യാപിറ്റൽ ലെറ്റർ വെച്ച് പേര് കൊടുത്തു, ഈക്വൽ സൈൻ ഇട്ടു, ബ്രേസ് ബ്രാക്കറ്റ് ഇട്ടു, മെമ്പേഴ്സിനെ എഴുതി കോമ വെച്ച് തിരിച്ചു, then ബ്രേസ് ഇട്ട് ക്ലോസ് ചെയ്യും. അങ്ങനെ നമുക്ക് എഴുതി. ഇനി ഞാനൊരു കാര്യം ചോദിക്കാം. 1 is a member of this set. Do you have any objection? നിങ്ങൾക്ക് തരാൻ സാധ്യതയില്ല, കാരണം 1 നിങ്ങൾക്ക് ഇവിടെ കാണാം. 1 is an element of this set. 1 എന്ന് പറയുന്നത് a എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു എലമെന്റ് ആണ്. സോ നമുക്ക് വേണമെങ്കിൽ ഈ 1നെ 2-3 പേരുകളിൽ വിളിക്കാം. 1 is an element of this set, otherwise 1 is an entry of this set, or 1 is a member of this set. 1 is a member of this set. But now we commonly express as 1 is belongs to set A. 1 is belongs to set A. 1 is belongs to set A. Which is symbolically represented as. 1 is belongs to set A, which is symbolically represented as. This symbol is read as belongs to. This symbol is read as belongs to. ഈ സിമ്പൽ നമ്മൾ പറയുന്ന പേരാണ് belongs to. Is belongs to എന്ന് പറയാം. അംഗമാണ് എന്നാണ് മലയാളത്തിൽ അതിനെ പറയുന്നത്. അംഗമാണ്. Is belongs to എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും ഇവിടെ ഫോർ ഇതിലെ ഒരു എൻട്രി ആണ്, ഫോർ ഇതിലെ ഒരു മെമ്പർ ആണ്. സോ we write 4 is belongs to set A. This is read as 4 is belongs to set A. 4 is belongs to set A. 4 is belongs to set A എന്ന് പറയും. Now I repeat this one more. 1 2 3 4 5 6 ഇതിലൊരു മെമ്പർ ആണ്. 6 ഇതിലൊരു മെമ്പർ അല്ല. 6 is not a member of it. 6 is not belongs to this set. 6 ഇതിലെ ഒരു മെമ്പറേ അല്ല. So we denote 6 is not belongs to set A. 6 is not belongs to set A. 6 set A യിലെ ഒരു മെമ്പർ അല്ല. So we express this as 6 not belongs to set A. This symbol is called this symbol means is not belongs to. ഇതെന്താണ്?
is belongs to അത് എഴുതിയിട്ട് ഒരു വാല്യൂ വരയ്ക്കുമ്പോഴത്തേക്ക് is not belongs to is not belongs to is belongs to and is not belongs to is belongs to and is not belongs to എന്ന് പറയാം. is belongs to and is not belongs to. Then now in how many types can we express a set? ഒരു സെറ്റിനെ നമുക്ക് എത്ര രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും, എത്ര രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും, എത്ര രീതിയിൽ എഴുതാൻ പറ്റും. ഒരു രീതിയിൽ എഴുതി സെറ്റ് ക്യാപിറ്റൽ ലെറ്റർ പേരെ കൊടുത്തു, ബ്രേസിനകത്ത് എഴുതി കോമയായിട്ട് തിരിച്ചു. 2 types. How many types? 2 types. അത് ഒന്ന് എന്ന് പറയുന്നത് അതിന്റെ പേര് റോസ്റ്റർ മെത്തേഡ്, റോസ്റ്റർ മെത്തേഡ് or tabular form, tabular form, roster method or tabular form. A set can be represented in 2 ways. The first, the roster method. What do you mean by roster method? എന്താണ് റോസ്റ്റർ മെത്തേഡ്? നേരത്തെ പറഞ്ഞു, അത് തന്നെയാണ് റോസ്റ്റർ മെത്തേഡ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 5, 1 തൊട്ട് 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് നമ്മളിങ്ങനെ എഴുതും. ക്യാപിറ്റൽ ലെറ്റർ എ ഉപയോഗിച്ച് പേര് കൊടുത്തു, സെറ്റ് ബ്രാക്കറ്റ് ഇട്ടു, 1 2 3 4 5 ക്ലോസ് ചെയ്തു. Then A is equal to set 1 2 3 4 and 5. This method is called roster method. റോസ്റ്റർ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയും, സെറ്റ് ബ്രാക്കറ്റിനകത്ത് എലമെന്റ്സ് എഴുതി കോമ ഉപയോഗിച്ച് തിരിച്ചെഴുതുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് റോസ്റ്റർ മെത്തേഡ്. അതിന് റോസ്റ്റർ മെത്തേഡ് എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ റോസ്, റോസ് വരികളായിട്ട് എഴുതി, ഡിവൈഡഡ് ബൈ കോമാസ്, കോമ ഉപയോഗിച്ച് തിരിച്ച് അതിന്റെ എൻക്ലോസ്ഡ് ഇൻ ബ്രേസസ്, ബ്രേസസിനകത്തിട്ട് കൂട്ടി വെക്കുന്നു, അടച്ചു. ആ രീതിക്ക് പറയുന്ന പേരാണ് റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലർ ഫോം എന്ന് പറയും. റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലർ ഫോം, റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലർ ഫോം എന്ന് പറയും. Then second type. Then second type, രണ്ടാമത്തെ type. The second type is more difficult than the first type. First type നേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതാണ് second type, because listen, that method is called set builder form. സെറ്റ് ബിൽഡർ ഫോം ബ്രാക്കറ്റിൽ നമ്മൾ റൂളർ മെത്തേഡ് എന്ന് എഴുതും. റൂളർ മെത്തേഡ് രണ്ട് പേരുകളുണ്ട്, സെറ്റ് ബിൽഡർ ഫോം ഓർ റൂളർ മെത്തേഡ്. In ruler method we only denote their characteristic property. ആ സെക്കൻഡ് മെത്തേഡില് നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി മാത്രം എഴുതും. എന്താ ക്യാരക്ടർ? സ്വഭാവ ഗുണം മാത്രം എഴുതും. എന്താണ് അതിന്റെ സ്വഭാവം മാത്രം എഴുതും. വെരി സിമ്പിൾ. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 5, 1 തൊട്ട് 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് A is equal to, അത് നമ്മൾ in set builder form we express in this type. A is equal to set x such that x എങ്ങനെയെന്നാൽ x എന്നാണ്, x such that x belongs to n, capital N. What do you mean by capital N? Capital N denotes natural numbers. Capital N denotes natural numbers. Capital N എന്തിനെ സൂചിപ്പിക്കുന്നു? Natural numbersനെ സൂചിപ്പിക്കുന്നു. Capital N, x less than or equal to 5.
ഈ ടൈപ്പിലാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു നമ്മൾ എന്തെഴുതുന്നത്, ഒരു സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്, സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്ന് മാത്രവുമല്ല, ആ നാച്ചുറൽ നമ്പർ 5ഓ 5ൽ കുറവോ ആണ്. 5ഓ 5ൽ കുറവോ. എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എക്സ് ലെസ് ദാൻ 5 ഓർ ഈക്വൽ ടു 5. എക്സ് 5ഓ അല്ലെങ്കിൽ 5 കുറവോ ആണ്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഓൺലി അതിന്റെ ക്യാരക്ടർ മാത്രം എഴുതും, അതിന്റെ സ്വഭാവം മാത്രം എഴുതും. എന്താണ് അതിന്റെ സ്വഭാവം? ദാറ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ദി സെറ്റ്. എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. എക്സ് 5ഓ 5ൽ കുറവോ ആണ്. ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദിസ് സെറ്റ്. ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദിസ് സെറ്റ്. Now we check the different types of sets. നമ്മൾ പഠിക്കാൻ പോകുന്നത് പല ടൈപ്പ് സെറ്റുകളെ പറ്റിയാണ്. Types of sets. എത്ര ടൈപ്പ് സെറ്റ് ഉണ്ട്? How many types of sets? Sets are of several types. Sets പല ടൈപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒന്നാമത്തെ സെറ്റ് A is equal to the set of women chief ministers of Kerala. കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രിമാരുടെ സെറ്റ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്നേ വരെ വനിതാ മുഖ്യമന്ത്രിമാരും കേരളത്തിലില്ല. സോ ദാറ്റ് സെറ്റ് കണ്ടെയ്ൻസ് no elements. ആ സെറ്റിൽ ഒരു എലമെന്റ് പോലും കാണത്തില്ല. അത്തരം സെറ്റുകളെ വിളിക്കുന്ന പേരാണ് നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ് ഓർ വോയിഡ് സെറ്റ്. അപ്പൊ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എംപ്റ്റി സെറ്റിനെ പറ്റിയാണ്. എന്ത് സെറ്റിനെ പറ്റിയാണ്? എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. Empty set or null set or void set. അതായത് if a set contains no elements, ഒരു സെറ്റിൽ ഒരു എലമെന്റ് ഇല്ലെങ്കിൽ, if a set contains no elements, then that set is called an empty set. ഒരു സെറ്റിൽ ഒരു എലമെന്റും ഇല്ല, അത് നമ്മൾ പറയും empty set എന്ന് പറയും. empty set എന്ന് പറയും. ഫോർ എക്സാമ്പിൾ the set of women chief ministers of Kerala. അതായത് കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രിമാരുടെ സെറ്റ്. അങ്ങനെ ആരും ഇല്ല, ഇന്നേ വരെ ഇല്ല. അതുകൊണ്ട് ആ സെറ്റിനകത്ത് ആരും കാണില്ല. സോ ദാറ്റ് ഈസ് എ നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ്. വിച്ച് എംപ്റ്റി സെറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദിസ് സിംബൽ. എംപ്റ്റി സെറ്റിനെ നമുക്ക് ഈ സിംബൽ ഉപയോഗിച്ച്, ഈ അടയാളം ഉപയോഗിച്ച് നമുക്ക് സൂചിപ്പിക്കാം. എങ്ങനെ? ഒന്നുകിൽ എ ഇസിക്കൽ ഇങ്ങനെ എഴുതിയില്ല, സെറ്റിനകത്തൊന്നും എഴുതാതെ ബ്രാക്കറ്റുകൾ അടുപ്പിച്ചിട്ട് എഴുതിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കാം. ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് നൾ സെറ്റിന്റെ സിംബലാണ് എന്ന് പറയും. നൾ സെറ്റിന്റെ സിംബലാണ്. ഈ സിംബലിന് ഒരു പേരുണ്ട്. അതിന്റെ പേര് ഫൈ എന്നാണ്. PHI ഫൈ. പൈ അല്ല, PHI ഫൈ എന്ന് പറയും. നൾ സെറ്റ് എന്ന് പറയും. അടുത്തത് സിംഗ്ലട്ടൺ സെറ്റ്. നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കും. എങ്ങനെ? ഇങ്ങനെ എടുക്കും. A is equal to set the women presidents of India. ഇന്ത്യയിലെ വനിതാ രാഷ്ട്രപതിമാരുടെ സെറ്റ് ഒരേ ഒരാളേ ഉള്ളൂ. ആരാണെന്ന് അറിയാമല്ലോ? പ്രതിഭാ ദേവി സിംഗ് പാട്ടീൽ. അപ്പൊ ആ സെറ്റിൽ ഒരേ ഒരാൾ മാത്രം കാണും. ഒരാൾ മാത്രമുള്ള സെറ്റിനെ വിളിക്കുന്ന പേരാണ് സിംഗ്ലട്ടൺ സെറ്റ്. സെറ്റ് എന്ന് വിളിക്കും, സിംഗ്ലട്ടൺ സെറ്റ് എന്ന് വിളിക്കും. അതായത് if a set contains only one element, that set is called a singleton set. അതിനെ singleton set എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ the women presidents of India. ഇന്ത്യയിലെ
Vanida Prasantamade set. That is, the set contains only one element, that is Pratibha Devi Singh, Srimati Pratibha Devi Singh party. Okay. The main person sorry. അപ്പോൾ അതും കഴിഞ്ഞു. അടുത്ത മൂന്നാമത് ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തും. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ. Then finite set or finite set. Finite set. എന്താ finite set? Finite set എന്താണെന്ന് ചോദിച്ചാൽ what do you mean by finite set? Did you ever heard about finite set? No. Finite set means A is equal to set 1, 2, 3, 4, 5. Here the set contains 5 elements. ഈ സെറ്റിൽ 5 എലമെന്റ്സ് ഉണ്ട്. 5 മാത്രമേ ഉള്ളൂ. അത് കൂടുകയില്ല കുറയുകയില്ല. Time is over. Now I close this. Okay. Thank you. Sorry, ഇനിയിപ്പം അതിന് അടുത്ത ദിവസം മതിയാണ്. അത് താങ്കൾ താല്പര്യം പോലെ